രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയും അവഹേളിച്ച ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി അഭയം തേടി വന്നവരാണെന്നാണ് ആക്ഷേപം. കോഴിക്കോട് കൊടുവള്ളി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ഖാദിറാണ് വിവാദ പരാമർശം നടത്തിയത്. MSFനെ വർഗീയവാദികളാക്കിയുള്ള KSU ബാനറിനെ വിമർശിച്ച സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വിവാദ പരാമർശം. BS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ KSU MSF തർക്കത്തിൽ ഇപ്പോൾ ലീഗ് നേതാവ് കൂടി പങ്കുചേരുകയാണ്. അപ്പോൾ അങ്ങനെ പങ്കുചേരുമ്പോൾ എന്താണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ നടത്തിയിരിക്കുന്ന വിമർശനം? ഇന്നലെ കൊടുവള്ളി KMO കോളേജിൽ MSFും KSUവും നേർക്കുനേർ മത്സരിച്ച് KSU ജയിച്ചിരുന്നു. അതിൽ MSF തോറ്റു, മതേതരത്വം ജയിച്ചു എന്നുള്ളതായിരുന്നു KSUവിന്റെ ബാനർ. ഇത് MSFന് മാത്രമല്ല പൊള്ളിച്ചിട്ടുള്ളത് ലീഗ് നേതൃത്വത്തെ കൂടിയാണ്. ലീഗ് നേതൃത്വം കൂടി ഇതിൽ ഇടപെടുകയാണ്. ഇപ്പോൾ ലീഗിന്റെ കൊടുവള്ളി മണ്ഡലം ജനറൽ സെക്രട്ടറി കെ ഖാദറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് പറയുന്നത്, രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയെയും ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ദിരയുടെ പേരക്കുട്ടികൾ അഭയം തേടി വന്നപ്പോൾ തണലായി നിന്നത് ഈ മതേതരത്വത്തിന്റെ തണലാണ്, അത് ലീഗിന്റെ തണലാണ്. ആ ലീഗിന് KSUവിന്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്നുള്ളതാണ്. ഇവിടെ KSUവിനും കോൺഗ്രസിനും എതിരെ ലീഗ് വരുന്നു എന്നത് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും വയനാട്ടിൽ മത്സരിക്കാൻ വന്നതിനെ അഭയം തേടി വന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ എവിടെയും സീറ്റ് കിട്ടാത്തതുകൊണ്ടും ജയിക്കാത്തതുകൊണ്ടും വയനാട്ടിൽ അഭയം തേടി വന്നു എന്നുള്ളത് BJP പറയുന്ന ആരോപണമാണ്. ആ ആരോപണമാണ് ഇപ്പോൾ CPM പോലും പറയാത്ത ആരോപണമാണ്. ആ ആരോപണം ലീഗിന്റെ ഒരു മണ്ഡലം ജനറൽ സെക്രട്ടറി പറയുന്നു. ഇന്ദിരയുടെ പേരക്കുട്ടികൾ അഭയം തേടി വന്നപ്പോൾ ലീഗിന്റെ മതേതരത്വത്തിന്റെ തണൽ നൽകി എന്നുള്ളതാണ്. ആ മതേതരത്വത്തിന്റെ തണൽ നൽകിയ ലീഗിനെ വർഗീയവാദികളായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആക്ഷേപം. ഏതായാലും KSU MSFനെ വർഗീയവാദികളായി ചിത്രീകരിച്ചതിലുള്ള ഒരു പ്രതികരണം കൂടിയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശരി, ഏതായാലും കൗതുകമുള്ള കാര്യം തന്നെയാണല്ലോ രഞ്ജിത്ത്. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ രൂപത്തിലൊക്കെ ഏറ്റുമുട്ടൽ, അത് പരസ്പരമുള്ള പ്രതികരണങ്ങളൊക്കെ ഏത് രൂപത്തിൽ പ്രതിഫലിക്കാനാണ് സാധ്യത? സ്വാഭാവികമായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ പുറത്തു വരാറുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. പ്രത്യേകിച്ച് മലപ്പുറത്തും കോഴിക്കോട്ടുമൊക്കെ പ്രാദേശിക തലത്തിൽ ലീഗിനെതിരെ കോൺഗ്രസിന്റെ വിമതന്മാരും കോൺഗ്രസിനെതിരെ ലീഗ് വിമതന്മാരും ഒക്കെ പൊട്ടിപ്പുറപ്പെടാറുണ്ട്. അതിന് ഈ MSF KSU പ്രശ്നം വേണമെന്നില്ല. ഇപ്പോൾ MSFും KSUവും തമ്മിലുള്ള പ്രശ്നം ലീഗിന്റെ പ്രാദേശിക നേതാക്കൾ ഏറ്റെടുക്കുമ്പോൾ ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുകൂടി വലിയ വിമതശല്യമായിട്ട് മാറുമോ എന്നുള്ളതാണ്. കാരണം സാധാരണഗതിയിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലീഗും കോൺഗ്രസും തമ്മിൽ പലയിടങ്ങളിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവാറുണ്ട്, പരസ്പരം വിമതരായി മത്സരിക്കാറുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ MSFും KSUവും തമ്മിലുള്ള ഈ തർക്കം കൂടി വരുന്നത്. ഈ തർക്കം കൂടി കോൺഗ്രസും ലീഗും ഏറ്റെടുത്താൽ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ തിരിച്ചടിയാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ശരി, PS രഞ്ജിത്താണ് വിവരങ്ങൾ.